ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെയും ആദിവാസി യുവതിയെയും ജയിലിലടച്ചതിനെതിരെ സിപിഐ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറ്റാനത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു. ജില്ലാ കൗൺസിൽ അംഗം കെ.ജി. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെയും ആദിവാസി യുവതിയെയും ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് സിപിഐ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറ്റാനത്ത് പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ കുറുങ്ങിൽ അണച്ച കാപാലികരെ നിങ്ങൾക്കെതിരെ പ്രതിഷേധം, രാജ്യമാകെ പ്രതിഷേധം. യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ഭരണിക്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നൈനാൻ ജോർജ് സ്വാഗതം പറഞ്ഞു. ജില്ലാ കൗൺസിൽ അംഗം കെ.ജി. സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. ഭരണഘടനാനുസൃതമായി രാജ്യത്ത് അവനവൻ്റെ വിശ്വാസവും അവൻ്റെ ആചാരങ്ങളും നടത്തുവാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. ആ സ്വാതന്ത്ര്യം എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജനവിഭാഗങ്ങളും അത് നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ലായിരുന്ന ഈ രാജ്യത്ത് BJPയുടെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം വന്നതിന് ശേഷം മതന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് അവരുടെ ആരാധനയെ തടസ്സപ്പെടുത്തുവാനും അവരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കുവാനുമുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടികളായി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന, ആ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച, മതപ്രവർത്തനത്തിന് വേണ്ടി, സഭാപ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ച, ജനാധിപത്യ അവകാശങ്ങളനുസരിച്ച് അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന, ഇന്ത്യൻ ഭരണഘടന നൽകിയ ഏത് മതത്തിലും വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് മതപ്രവർത്തനം നടത്തിയ 2 കന്യാസ്ത്രീകളെ അവരുടെ മേൽ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ചുമത്തി ഛത്തീസ്ഗഡ് പോലീസ് കഴിഞ്ഞ ദിവസം അവരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ദൈവത്തെ മുൻനിർത്തി സഹോദരങ്ങളെ വേർതിരിച്ച് കാണാതെ എല്ലാവരെയും ഒരുപോലെ കാണുവാനായിട്ടാണ് ഞങ്ങൾ സാധാരണയായിട്ട് പരിശ്രമിക്കാറ്. അങ്ങനെ പരിശ്രമിച്ച് മറ്റുള്ളവരെ ഒരു കൈപിടിച്ചുയർത്തുന്ന, ഞങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കാനായിട്ട് ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഈ റാലിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയും, ഏതൊരു സമൂഹത്തെയും അതിൻ്റെ ഉച്ചനീചത്വങ്ങളിൽ നിന്ന്, അതിൻ്റെ ചൂഷണങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ വിദ്യാഭ്യാസത്തിലൂടെയും സേവനത്തിലൂടെയും പ്രവർത്തിക്കുന്ന സന്യസ്ത സമൂഹം, അങ്ങനെ പ്രവർത്തിക്കുന്ന സന്യസ്തരായിട്ടുള്ള ഈ കന്യാസ്ത്രീകൾ ഒരു സമൂഹത്തിൻ്റെ നന്മയെ കരുതി, അതിൻ്റെ വളർച്ചയെ കരുതി പ്രവർത്തിക്കുന്ന ആളുകൾ, അവരെ അഭിനന്ദിക്കുക എന്ന കാര്യം മാറ്റി നിർത്തി, അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നില്ല, മറിച്ച് ഏറ്റവും അധികം ദ്രോഹിക്കുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിഫലനത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിന് വേണ്ടി ഏറ്റവും കഷ്ടപ്പെടുകയും പാവപ്പെട്ടവരെയും രോഗികളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ താല്പര്യത്തോടു കൂടി അവരെ കാണുകയും അവരെ ആക്രമിക്കാനും ഉത്തരേന്ത്യയിലെ പല പള്ളികളും മറ്റ് സ്ഥാപനങ്ങളും നശിപ്പിച്ചുകൊണ്ട് അവരെ വകവെക്കുവാനും ശ്രമിക്കുന്ന അനീതിക്കും കാട്ടുനീതിക്കുമെതിരെ പ്രതികരിക്കാനാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. മഹിളാ സംഘം സംസ്ഥാന കൗൺസിൽ അംഗം മണി വിശ്വനാഥ്, AITUC മണ്ഡലം സെക്രട്ടറി SN, ഫാദർ സാംറോയ് ഡാനിയൽ, സിസ്റ്റർ ഗീത, സിസ്റ്റർ നിർമ്മല എന്നിവർ സംസാരിച്ചു. R. ആനന്ദൻ, K. പ്രദീപ്, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, S. അനിൽകുമാർ, P. അജിത് കുമാർ, അനു പ്രസാദ്, ബിന്ദു ചന്ദ്രബാബു, ജലജ, ഷീന കട്ടച്ചിറ, സന്തോഷ്, രഘു കറ്റാനം, സുരേഷ് കുമാർ, PK തമ്പി എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.